നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ ഒരു കിടിലൻ സെറ്റപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഞാനിപ്പം നിൽക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് കേട്ടോ. റിവർ ഫ്രണ്ടിന്റെ അടുത്തുള്ള അടൽ ബ്രിഡ്ജ് കാണാനായിട്ട് വരുന്ന, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്ലവർ പാർക്ക് ഉണ്ട്, അത് കാണാനായിട്ട് വരുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 700 കാറുകളും അതേപോലെ തന്നെ 1000-ഓളം ബൈക്കുകളും അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു റിവർ ഫ്രണ്ട് ഈ മതിലിന്റെ അപ്പുറത്താണ് റിവർ ഫ്രണ്ട് ആണ് കേട്ടോ. അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് ഇവിടെ ഒരു മനോഹരമായ ഒരു സ്കൈ വാക്കും സെറ്റ് ചെയ്തുകൊണ്ട് ഒരു കിടിലൻ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു കിടിലൻ ഒരു കാർ പാർക്കിംഗ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഏതൊക്കെ ഫ്ലോറിൽ എത്രയൊക്കെ സ്ലോട്ട് ഇവിടെ അവൈലബിൾ ആണെന്ന് സ്ക്രീനിൽ 1-2 സ്ക്രീനുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ഏത് ഫ്ലോറിലേക്കാണ് പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് കയറി പോകാനായിട്ട് പറ്റും കേട്ടോ. ഏകദേശം 60 കോടി രൂപ ചെലവിലാണ് കേട്ടോ ഗവൺമെന്റ് ഇതേപോലെ ഒരു സെറ്റപ്പ് ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ പിഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കൂടിയാണെന്ന്. പക്ഷേ അങ്ങനെ അല്ല കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് 2 മണിക്കൂർ ഇതിനകത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ വെറും 10 രൂപയാണ് കേട്ടോ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. അതേപോലെ തന്നെ കാറിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറിന് 20 രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് വരുന്നുള്ളൂ. എന്തുട്ടാലേ ഗുജറാത്തിന്റെ സെറ്റപ്പ്. ഗുജറാത്തിൽ ചേരികളുണ്ട്, ഗ്രാമങ്ങളുണ്ട്, കോളനികളുണ്ട്, ഇതേപോലത്തെ വമ്പൻ സെറ്റപ്പുകളും പ്രൊജക്റ്റുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. ഞാനിവിടെ വേറൊരു സംസ്ഥാനത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ കുറ്റം പറയുന്നില്ല. പിന്നെ എന്തിനാണ് ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് തെറി വിളിക്കുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ ഗുജറാത്തിലെ വിശേഷങ്ങൾ ഇനിയും വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.